ഗൈസ്, ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വഴുതനങ്ങ വെച്ചിട്ടുള്ള ഒരു മോര് കറിയാണ്. അരിയുന്നതൊന്നും കാണിക്കാൻ പറ്റിയിട്ടില്ല, സോറി. നമ്മൾ വഴുതനങ്ങ ചെറുതായിട്ട്, അതായത് വണ്ണം അധികം ഇല്ലാതെ ചെറിയ രീതിയിൽ സ്ലൈഡ് ചെയ്ത് മുറിച്ചെടുക്കണം. അതിനകത്തേക്ക് കുറച്ച് മുളക് പൊടി ഇടണം, കുറച്ച് ഉപ്പ് ചേർക്കണം. അത് അവരവരുടെ ടേസ്റ്റ് അനുസരിച്ച് ഉപ്പ് ചേർക്കുക. അതിനുശേഷം കുറച്ച് കുരുമുളക് ആഡ് ചെയ്യണം, കോൺഫ്ലോർ ആഡ് ചെയ്യണം. ഇതെല്ലാം കൂടെ ചേർത്ത് നല്ലതുപോലെ വഴുതനങ്ങ മസാല പുരട്ടി വെക്കണം. അപ്പം ഇതിനകത്ത് ഇച്ചിരി സ്വല്പം വെള്ളം ഒഴിച്ച് നമ്മൾ മസാല പുരട്ടിയാൽ അത്രയും ടേസ്റ്റ് നമുക്ക് വരും വഴുതനങ്ങയ്ക്ക്. അപ്പം ഞാനിവിടെ അല്പം വെള്ളം ചേർത്തിട്ടാണ് ഇത് മസാല പുരട്ടുന്നത്. നല്ലതുപോലെ വഴുതനങ്ങയിലെല്ലാ പീസിലും മസാല വരത്തക്ക രീതിയിൽ നല്ലപോലെ പുരട്ടി കുറച്ച് 10 മിനിറ്റ് വെക്കുക. അതിനുശേഷം നമ്മളൊരു പാൻ എടുത്ത് അതിലേക്ക് എണ്ണ ഒഴിച്ച് ചൂടാക്കുക. എന്നിട്ട് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന വഴുതനങ്ങ മസാല എല്ലാം പുരണ്ടിട്ടുണ്ട്, എണ്ണയിലേക്ക് എടുത്തിടുക. ഞാനിപ്പോൾ അരിഞ്ഞ് വെച്ച എല്ലാ വഴുതനങ്ങയും എണ്ണയിലേക്ക് ഇടുന്നുണ്ട്. കൈ പൊള്ളാതെ സൂക്ഷിക്കുക. നല്ലതുപോലെ തിളച്ചിട്ടുണ്ട് എണ്ണ. ഓരോ വഴുതനങ്ങയും ഞാൻ ഒട്ടിപ്പിടിക്കാതെ വേണം നമ്മളിത് പാനിലേക്ക് ഇടാനായിട്ട്. ഞാനത് പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട്, കാരണം പിന്നെ അത് ഒട്ടിപ്പോയ പ്രശ്നമാണ്. അപ്പോൾ നല്ലതുപോലെ നമ്മുടെ മസാല പുരട്ടിയ വഴുതനങ്ങ വറുത്ത് വന്നിട്ടുണ്ട്. കറുത്തിരിക്കുന്നെങ്കിലും അത് കരിഞ്ഞിട്ടൊന്നുമില്ല, നമ്മൾ കോൺഫ്ലോർ ചേർത്തുകൊണ്ടാണ് അങ്ങനെ ഒരു ഡാർക്ക് ഷെയ്ഡ് നമുക്ക് വന്നത്. ഇനി നമുക്ക് വെളുത്തുള്ളി അരിയാം. കുറച്ച് ഇഞ്ചി ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയെടുക്കാം. ഇത് നമ്മൾ മോരിന് വേണ്ടിയിട്ടാണ്. ഓൾറെഡി വഴുതനങ്ങ നമുക്ക് സെറ്റായിട്ടുണ്ട്. കുറച്ച് ഇഞ്ചി ചെറിയ രീതിയിൽ നുറുക്കിയെടുക്കുക. വെളുത്തുള്ളി ഇച്ചിരിയും കൂടെ ആഡ് ചെയ്യാം, കാരണം വെളുത്തുള്ളി എത്രയും ചേർക്കുന്ന അത്രയും ടേസ്റ്റ് നമുക്ക് മോരിന് കിട്ടും. അപ്പോൾ ഞാനിവിടെ ഒരു അല്ലിയും കൂടെ എക്സ്ട്രാ ആഡ് ചെയ്യുന്നുണ്ട്, കാരണം ആദ്യം അരിഞ്ഞപ്പോൾ എനിക്ക് ഇച്ചിരി കുറവായിട്ട് തോന്നി. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഒരു 2 അല്ലിയും കൂടെ കൂട്ടിയെടുക്കാമെന്ന് വിചാരിച്ചത്, കാരണം അത്രയും ടേസ്റ്റ് കിട്ടുമല്ലോ. പിന്നെ നമുക്ക് ആവശ്യം കൊച്ചുള്ളിയാണ്. കൊച്ചുള്ളി നമുക്കിവിടെ ഇല്ല, സൗദിയിൽ കൊച്ചുള്ളി ഇല്ലെന്നല്ല, കൊച്ചുള്ളി ഉണ്ട്, പക്ഷേ എപ്പോഴും നമുക്ക് കിട്ടാൻ സാധ്യതയില്ല. അതുകൊണ്ട് എൻ്റെ കയ്യിലുള്ളത് സവാളയായിരുന്നു, ഞാൻ അതുകൊണ്ട് സവാള ആഡ് ചെയ്തത്. നിങ്ങൾക്ക് കൊച്ചുള്ളി ഉള്ളവർ കൊച്ചുള്ളി ആഡ് ചെയ്താൽ അത്രയും ടേസ്റ്റ് കിട്ടും. ഇനി ഒരു പാൻ എടുത്ത് അടുപ്പത്ത് വെച്ച് ചൂടാക്കുക. ചൂടാകുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യുക. എണ്ണ ഒഴിക്കുക. പാൻ ചൂടായി കഴിയുമ്പം എണ്ണ ചൂടാകുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യുക. എണ്ണ ചൂടാകാൻ വേണ്ടിയിട്ട് തീ അല്പം കൂട്ടി വയ്ക്കുന്നത് നല്ലതാണ്, കാരണം ചെറുതീയിലിരുന്ന് കഴിഞ്ഞാൽ കുറച്ച് സമയം എടുക്കും. നമുക്ക് ജോലിക്കൊക്കെ പോകേണ്ടവരാണെങ്കിൽ ഇച്ചിരി തീ കൂട്ടി വെക്കുന്നതാണ് നല്ലത്. അപ്പോൾ പെട്ടെന്ന് നമുക്ക് കറിയൊക്കെ വെച്ച് ഡ്യൂട്ടിക്ക് പോകാം. ഞാനിവിടെ തീ കൂട്ടി വെച്ചിട്ടാണ് ഇത് എണ്ണ ചൂടാക്കുന്നത്. അപ്പോൾ എണ്ണ ചൂടായതിന് ശേഷം കടുക് ഇടുക. കടുക് ഇട്ട് പൊട്ടിക്കുക. കടുക് എല്ലാം പൊട്ടി വരണം. കടുക് പൊട്ടിയില്ലെങ്കിൽ നമുക്ക് ടേസ്റ്റ് വരത്തില്ല, ഒരു ചെറിയ കയ്പുണ്ടാവും. ഞാനിവിടെ അൽമരായുടെ തൈരാണ് ഉപയോഗിക്കുന്നത്. നമുക്ക് സൗദിയിൽ അൽമരായുടെ പ്രൊഡക്റ്റ് എപ്പോഴും കിട്ടാറുള്ളത്. അപ്പം ഞാൻ ഈ കടുക് പൊട്ടി വരുമ്പോഴത്തേക്ക് ഞാനത് മിക്സിയിലിട്ടൊരടി അടിക്കുന്നുണ്ട്. തൈര് അൽമരായുടെ ഒരു പാക്കറ്റ് തൈരാണ് എടുത്തിരിക്കുന്നത്. അത് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ഒറ്റയ്ക്കൊരടി അടിച്ചാൽ മതി, കാരണം ഇത് ജസ്റ്റ് ഒന്ന് പേസ്റ്റ് ആവാൻ വേണ്ടിയിട്ട് മാത്രം. കടുക് മൊത്തം പൊട്ടിയിട്ടുണ്ട്. അതിനകത്തേക്ക് കുറച്ച് ഉലുവ ഇടുക. ഉലുവയും പൊട്ടി വരുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യുക. ഉലുവ ഇച്ചിരി കൂട്ടിയിട്ടാൽ നല്ല ടേസ്റ്റ് കിട്ടും. ഉലുവ വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് ഒരു തുള്ളി മഞ്ഞൾപ്പൊടി ഇടുക. അതിലേക്ക് ഉണക്കമുളക് പൊട്ടിച്ചിടുക. ഇനി ഇത് കറിവേപ്പില ആഡ് ചെയ്യുക. ഇനി ഇത് ശരിക്ക് വഴണ്ട് വരുന്നത് വരെ വെയിറ്റ് ചെയ്യണം. കുറച്ച് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, സവാള എല്ലാം ഇതിലേക്ക് ആഡ് ചെയ്യണം. ആഡ് ചെയ്ത് വഴണ്ട് വരുന്നത് വരെ നമ്മളിത് ചെറിയ തീയിലിട്ട് വേണം നമ്മൾ വഴറ്റാൻ, അല്ലെങ്കിൽ നമുക്കിത് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ചെറിയ രീതിയിലിട്ട് വഴറ്റുക.
ചെറിയ തീയിലിട്ട് വേണം വഴറ്റാൻ. ഒരുപാട് തീ വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം കരിഞ്ഞു പോകും. പിന്നെ നമുക്ക് നമ്മളുണ്ടാക്കിയതിലൊരു പ്രയോജനം കിട്ടാൻ പോകത്തില്ല. ഇപ്പം നല്ലപോലെ വഴണ്ട് വന്നിട്ടുണ്ട്. നമ്മൾ വഴണ്ട് വന്നതിനകത്തേക്ക് മോര് ആഡ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. കാരണം കണ്ടിട്ട് ഇത് വഴണ്ട് വരുന്നുണ്ട്. ഇനിയും നമ്മൾ മിക്സിയിൽ അടിച്ചു വെച്ചിരിക്കുന്ന തൈര് ആഡ് ചെയ്യാൻ പോവാണ്. നമ്മൾ തൈര് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തൈര് ഒഴിക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ചെറിയ തീ മാത്രമേ വെക്കാൻ പാടുള്ളൂ. കാരണം ഒത്തിരി തീ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തൈര് പിരിഞ്ഞു പോകും. അതുകൊണ്ട് ചെറു തീയിൽ വെച്ചിട്ട് അടിച്ചു വെച്ചിരിക്കുന്ന തൈര് ഒഴിക്കുക. ചെറുതായിട്ട് ഇളക്കി കൊടുക്കണം. നല്ലതുപോലെ ഇളക്കി മിക്സ് ചെയ്യണം. കാരണം ആ മഞ്ഞൾപ്പൊടിയെല്ലാം പല സൈഡിലായിരിക്കും. നമ്മളതെല്ലാം കൂടി തൈരിനകത്ത് പെരട്ടക്ക രീതിയിൽ നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. നല്ലൊരു ചെറിയ കളറൊക്കെ വന്നിട്ടുണ്ട്. നല്ലതുപോലെ മിക്സ് ചെയ്യുക. ഇത് എളുപ്പത്തിന് വെക്കാൻ പറ്റിയ ഒരു കറിയാണ്. കാരണം നമുക്ക് ഡ്യൂട്ടിക്കൊക്കെ പോകുമ്പം പെട്ടെന്ന് സമയം ലാഭിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കറിയാണ് സത്യം പറഞ്ഞാൽ ഇവിടെ. ഇനി നമ്മൾ ആ വറുത്ത് വെച്ചിരിക്കുന്ന വഴുതനങ്ങ ഇതിനകത്തോട്ട് ആഡ് ചെയ്യുക. പയ്യെ വേണം ആഡ് ചെയ്യാനായിട്ട്. അപ്പോഴത്തേക്ക് ഇപ്പോഴും ചെറിയ ചൂടിൽ തന്നെയാണ് ഇരിക്കുന്നത്. വഴുതനങ്ങയെല്ലാം ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി വഴുതനങ്ങ നമ്മൾ ഈ മോരിനകത്തോട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക. ആ ഒരു വഴുതനങ്ങയുടെ ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ടാണ്. തീ ഓഫ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ വഴുതനങ്ങ മോരുകറി റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്ക് ഡ്യൂട്ടിക്ക് പോകുമ്പോൾ ഈസിയായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ചെറിയ വിഭവമാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു. ബൈ.